ഇൻകം ടാക്സ് റിട്ടേൺ ഫയൽ ചെയ്യുമ്പോൾ ഏറ്റവും അധികം ആളുകൾ വരുത്തുന്ന 4 മിസ്റ്റേക്കുകളുണ്ട്. അതേതാണ് എന്ന് നമുക്ക് നോക്കാം. ആദ്യത്തെ മിസ്റ്റേക്ക് എന്ന് പറയുന്നത് കൃത്യമായിട്ടുള്ള ഫോം സെലക്ട് ചെയ്യാതിരിക്കുക എന്നുള്ളതാണ്. ഓരോ വരുമാനത്തിനും ഓരോ ഫോമുകളുണ്ട്, ITR 1 മുതൽ ITR 4 വരെ. അപ്പോൾ നിങ്ങളുടെ വരുമാനത്തിന് അനുസരിച്ചിട്ടുള്ള കൃത്യമായ ഫോമുകൾ സെലക്ട് ചെയ്യുക. സെക്കൻഡ് വൺ എന്ന് പറയുന്നത് നിങ്ങളുടെ ഫോം 26 TDS സെക്ഷൻ ഏതാണെന്ന് നോക്കുക. അത് കൃത്യമായിട്ട് ഇൻകം ടാക്സ് റിട്ടേണിൽ റിപ്പോർട്ട് ചെയ്യുക. മൂന്നാമത്തെ ഒരു കോമൺ മിസ്റ്റേക്ക് കണ്ടുവരുന്നത് ആനുവൽ ഇൻഫർമേഷൻ സ്റ്റേറ്റ്മെന്റിൽ നിങ്ങളുടെ ഓൾമോസ്റ്റ് എല്ലാ വരുമാനങ്ങളും അവിടെ ഉണ്ടായിരിക്കും. പക്ഷെ പലരും ഈ വരുമാനങ്ങളൊന്നും ഇൻകം ടാക്സ് റിട്ടേണിൽ കാണിക്കാറില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ ആ ഒരു റിട്ടേൺ ഡിഫക്റ്റീവ് ആവാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ നിങ്ങളുടെ ആനുവൽ ഇൻഫർമേഷൻ സ്റ്റേറ്റ്മെന്റിലുള്ള എല്ലാ വരുമാനങ്ങളും ഇൻകം ടാക്സ് റിട്ടേണിൽ ഉൾപ്പെടുത്താനായിട്ട് ശ്രദ്ധിക്കുക. അവസാനത്തെ മിസ്റ്റേക്ക് എന്ന് പറയുന്നത് വളരെ കോമൺ ആയിട്ട് എല്ലാവരും ചെയ്യുന്ന ഒരു കാര്യമാണ്. അതായത് അവർക്ക് പലപ്പോഴും മറ്റ് വരുമാനങ്ങൾ AISലോ അല്ലെങ്കിൽ 26ISലോ ഇല്ലാത്ത മറ്റ് വരുമാനങ്ങൾ ഉണ്ടായിരിക്കും. ഉദാഹരണത്തിന് കോപ്പറേറ്റീവ് ബാങ്കിൽ ഒരു ഡെപ്പോസിറ്റ് ഉണ്ട്, അതിൻ്റെ ഇൻട്രസ്റ്റ് ഇൻകം ഉണ്ടായിരിക്കും. അപ്പോൾ ഈ വരുമാനമൊന്നും പലരും ഇൻകം ടാക്സ് റിട്ടേണിൽ കാണിക്കാറില്ല. അപ്പോൾ ഇത്തരം വരുമാനങ്ങൾ ഒരിക്കലും ഹൈഡ് ചെയ്ത് വെക്കാതെ നിങ്ങൾ ഇൻകം ടാക്സ് റിട്ടേണിൽ ഉൾപ്പെടുത്താനായിട്ട് ശ്രദ്ധിക്കുക. കാരണം ഇൻകം ടാക്സ് ഡിപ്പാർട്ട്മെന്റിന് പല സോഴ്സിൽ നിന്നും ഇൻഫർമേഷൻ കിട്ടാനുള്ള സാധ്യതകളുണ്ട്. അപ്പോൾ നിങ്ങളുടെ എല്ലാ വരുമാനങ്ങളും ഉൾപ്പെടുത്തുക. ഇതുപോലുള്ള ഫിനാൻസ് ആൻഡ് ടാക്സ് അപ്ഡേറ്റ്സ് മിസ് ആവാതെ ലഭിക്കണോ? നമ്മളുടെ വാട്സ്ആപ്പ് കമ്മ്യൂണിറ്റിയിൽ ഫ്രീ ആയിട്ട് ജോയിൻ ചെയ്യാം. അതിനുള്ള ലിങ്ക് ഞാൻ ഫസ്റ്റ് കമന്റ് ആയിട്ട് പിൻ ചെയ്തിട്ടുണ്ട്.